പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ശക്തിയുടെ കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പരിചയപ്പെടാം. ജീവിത അവബോധത്തിൻ്റെ മൗലിക ശബ്ദവുമായാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മലയാള സാഹിത്യത്തിലേക്ക് കടന്നത്. സമൂഹനിഷ്ഠമായ ആശയത്തിൻ്റെ മുഹൂർത്തത കൊണ്ടും അന്തസ്പർശിയായ വിപ്ലവബോധം കൊണ്ടും ചടുലവും സമുജ്വലവുമാണ് ഇടശ്ശേരിയുടെ കവിതകൾ. ജോലി വക്കീൽ ഗുമസ്തൻ, സ്വഭാവം കൊണ്ട് നാടൻ കൃഷിക്കാരൻ, ഇതായിരുന്നു ഇടശ്ശേരിയിലെ ഭൗതിക മനുഷ്യൻ. നാട്ടിൻപുറത്തെ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന് നാടൻ ശീലുകളിൽ കാവ്യരൂപം നൽകിയപ്പോൾ ചൂഷണമുക്തമായ പുതിയൊരു സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പം ഇടശ്ശേരിക്കുണ്ടായിരുന്നു. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവ ആഹ്വാനം കവി സമൂഹത്തിന് നൽകിയത് പാഴായില്ല. വ്യക്തമായ ജീവിത കാഴ്ചപ്പാടുണ്ടായിരുന്ന കവിയാണ് ഇടശ്ശേരി. ആ വീക്ഷണമാകട്ടെ മാനവിക ബോധത്തിൽ നിന്ന് ഉയർകൊണ്ടതും. അളകാവലി, പുത്തൻകലവും അരിവാളും, തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ, കാവിലെപ്പാട്ട്, കുങ്കുമപ്രഭാതം, കറുത്ത ചെട്ടിച്ചികൾ മുതലായവ പ്രധാന കൃതികൾ. ഒരുപിടി നെല്ലിക്ക കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായി 1969. കാവിലെപ്പാട്ടിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചിരുന്നു. നാട്ടിൻപുറത്തെ ജീവിത പാരുഷ്യങ്ങൾ പരുക്കൻ ഭാഷയിൽ ആവിഷ്കരിച്ച് കവിതയുടെ ശില്പഘടനയിൽ മൗലിക പരിവർത്തനം വരുത്തിയ കവിയായിരുന്നു ഇടശ്ശേരി. അതിനാൽ അദ്ദേഹത്തിൻ്റെ കവിതയെ ശക്തിയുടെ കവിതയായി വിശേഷിപ്പിക്കുന്നു. കുറ്റിപ്പുറത്ത് ജനിച്ച് പൊന്നാനിക്കാരനായി ജീവിച്ച ഇടശ്ശേരിയിൽ വള്ളുവനാടൻ മണ്ണിൻ്റെ പശിമയും വീര്യവും അധ്വാന മഹത്വവും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. മണ്ണിൻ്റെ മകനായ കരുത്തൻ കവിയാണ് ഇടശ്ശേരി. നാടൻ കൃഷിക്കാരൻ്റെ നാളികേര പാകത്തിലത്രേ കവിഹൃദയം. ആനുകാലിക ജീവിതം പ്രതിഫലിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ജീവിതം എങ്ങനെയായി തീരണമെന്ന വിഭാവന കൂടി ഉത്തമ കവിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടശ്ശേരിയുടെ ഈ പ്രസ്താവം സാഹിത്യത്തിൻ്റെ സാമൂഹിക ലക്ഷ്യത്തിലാണ് ഊന്നുന്നത്. മനുഷ്യൻ്റെ മാനസികവും കായികവുമായ സൂക്ഷ്മ അംശങ്ങൾ താളത്തിൽ നിബദ്ധിക്കാൻ ഇടശ്ശേരിക്ക് പ്രത്യേക ബിരുദുണ്ട്. നാടൻ പാട്ടുകളുടെ ശൈലിയും താളവുമാണ് ഇതിൽ കവി സ്വീകരിക്കാറുള്ളത്. ആന്തരികമായ എല്ലുറപ്പുള്ളവരാണ് ഇടശ്ശേരി അവതരിപ്പിക്കുന്ന നാടൻ സ്ത്രീ പുരുഷന്മാർ. നിശബ്ദമായ ത്യാഗവും കഠിന അധ്വാനവും കൊണ്ട് വലിഞ്ഞു മുറുകുന്ന അവരുടെ മാംസപേശികളുടെ രക്തച്ചവിയാർന്ന ചലനങ്ങളാണ് ഇടശ്ശേരി കവിതകളുടെ ശക്തി. നിലവിലിരുന്ന ജന്മി മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടം അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യമായിരുന്നു. കോമൻ പൂട്ടി വിതച്ചത് ഈ പാടം, കോമൻ നെൽവിളയിച്ചത് ഈ പാടം എന്ന വിളിച്ചറിയിക്കൽ സാമൂഹിക പരിവർത്തനത്തിനുള്ള പാത ഒരുക്കലായിരുന്നു. മർദ്ദിതരും പീഡിതരുമായ സാധാരണ മനുഷ്യരുടെ മോചനമായിരുന്നു കവിയുടെ ലക്ഷ്യം. ഗാന്ധിജിയെ തൻ്റെ ആചാര്യനായി മനസ്സിൽ പ്രതിഷ്ഠിച്ച കവിയായിരുന്നു അദ്ദേഹം. കവി ഒപ്പിയെടുത്ത ഗ്രാമജീവിത സ്പന്ദനങ്ങൾ ഇതിന് തെളിവ് തന്നെയാണ്. ഇടശ്ശേരി കവിത മധുരമായ ഒരു അനുഭവമല്ല, അതിലുള്ളത് പരുഷവും രോഷവുമാണ്. മനുഷ്യജീവിത ദൈന്യതയിൽ നിന്ന് രൂപം കൊണ്ട രോഷമാണിത്. ജീവിതത്തിൻ്റെ ക്ലിഷ്ടമായ അനുഭവങ്ങളും പരിപരിപ്പും അവതരിപ്പിക്കുമ്പോൾ ഇടശ്ശേരി കവിത മാർദ്ദവമല്ലാതായി മാറുന്നു, ചിലപ്പോൾ ദുർഗ്രഹവുമായെന്നു വരാം. കവി നൽകുന്ന അനുഭൂതികളുടെ ആഴങ്ങളായേ ഈ ദുർഗ്രഹതയെ കരുതാനാകൂ. ഈ ആഴങ്ങളിൽ മുങ്ങിത്തപ്പാനുള്ള ഭാവനാശക്തി വായനക്കാർ സ്വയം വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. ഒരു പിടി കൊള്ളക്കാർ കരുതി വെച്ചുള്ളതാം അധികാരത്തിൻ്റെ തണൽ പറ്റി ജീവിക്കുന്നത് സ്വാതന്ത്ര്യമോ ആത്മാഭിമാനമോ അല്ലെന്ന് കവി പറയുന്നു. പഴകിയ ചാലുകൾ മാറ്റുക, തരംഗിതമാകും മേട്ടിൽ ഹൃദയം അലിഞ്ഞു വരുന്നു, പുതുപുതു ചിന്തകൾ എത്തിക്കുന്നു. പഴകിയ ചാലുകൾ മാറ്റുക, ശബളിത വർണ്ണമരീചികളാലേ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകം കാണുന്നു കവി. പുതിയ ചാലുകളും ചിന്തകളും കാലത്തിൻ്റെ മുന്നേറ്റത്തെ കുറിക്കുന്നു. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ,
ഇടശ്ശേരി നൽകുന്ന ആഹ്വാനം അധ്വാനിക്കുന്നവരുടെ ശക്തിയാകുന്നു. ഇടശ്ശേരി കവിതയിലെ വലിയ കരുത്താണ് മാതൃത്വ അവബോധം. ഈ മാതൃത്വബോധത്തിന് രണ്ട് മാനങ്ങളുണ്ടെന്ന് പൂതപ്പാട്ടിലൂടെ കവി വ്യക്തമാക്കുന്നുണ്ട്: സ്വാർത്ഥതയും നിസ്വാർത്ഥതയും. കുടുംബനാഥയുടെ ആജ്ഞാശക്തി മാതൃത്വഭാവത്തിന്റെ മറ്റൊരു ഘടകമാകുന്നു. കവി കുറിക്കുന്നു: വദാന്യതയും കാരുണ്യവും സാഹിത്യത്തിലും ജനജീവിതത്തിലും മൂല്യമുള്ള സദാചാര ബോധങ്ങളായിരുന്നു. 1940 ശേഷമെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തര ജീവിതത്തിൽ കാരുണ്യവും അതുപോലെ തന്നെ ആഭ്യന്തര ജീവിതത്തിലെ പ്രശ്നങ്ങളും എല്ലാം കവി തിരിച്ചറിഞ്ഞ് നീതിബോധത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഇടശ്ശേരി എന്നും ശ്രമിച്ചിരുന്നു. ഇടശ്ശേരി കവിതകളിൽ ഏറിയ കൂറും കഥാത്മക ഗാനങ്ങളാണ്. നമുക്ക് പരിചയവും എന്നാൽ അത്രയേറെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ലാത്തവയുമായ സാധാരണ സംഭവങ്ങളെടുത്ത് ഭാവോജ്വലമായി പ്രകാശിപ്പിക്കുവാൻ ഇടശ്ശേരിക്കുള്ള സാമർഥ്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. ഈ നിത്യസംഭവങ്ങളിൽ നിന്ന് ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ആവശ്യകതയും അദ്ദേഹം കണ്ടെത്തി. ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായി ഇടശ്ശേരി മാറിയില്ല. മറിച്ച് വളരാനും വികസിപ്പാനും ഇടം നൽകുന്ന ഒരു വിശാല മേഖലയിലേക്ക് മനുഷ്യത്വത്തെ ആനയിക്കണം. അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. എവിടെ ജീവിതയാതനകളും അസമത്വ ചിന്തയും ഉണ്ടോ അവിടെ തന്റെ ഭാവോഷ്മളമായ കാവ്യസമ്പത്തുമായി ഇടശ്ശേരി പാഞ്ഞെത്തി. ഇടശ്ശേരി ജീവിതത്തിന്റെ മനുഷ്യത്വത്തിന്റെ കവിയാണ്. ഇക്കാര്യത്തിൽ അദ്ദേഹം മറ്റു പലരുടെയും മുൻപന്തിയിൽ തന്നെയാണ്. പ്രകൃതിയും പ്രേമവും അദ്ദേഹത്തിന് വിലപിടിച്ചവ തന്നെ. എന്നാൽ ജീവിതം കൂടുതൽ വിലപിടിച്ചതാണ്. ഇടശ്ശേരിയുടെ കഥാത്മക കാവ്യങ്ങളിൽ ഏറ്റവും മികച്ചത് പുത്തൻകലവും അരിവാളും പണിമുടക്കം അങ്ങേ വീട്ടിലേക്ക് തുടങ്ങിയവയാണെന്ന് പറയാം. വിപ്ലവത്തിനു വേണ്ടി കുഴലൂത്തുന്ന കവിതകൾ ധാരാളം ഉണ്ടായപ്പോൾ സാമൂഹിക പരിസ്ഥിതിയുടെ അനിവാര്യതയിലൂടെ വിപ്ലവം മാത്രമേ പ്രത്യൗഷധമുള്ളൂ എന്ന് വായനക്കാരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കാൻ ഇടശ്ശേരിക്ക് കഴിഞ്ഞു എന്നത് വളരെയധികം സത്യമായ കാര്യമാണ്. ഇടശ്ശേരിയുടെ കവിതകളെ പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ അധ്വാനത്തിന്റെ ഭാഷ നമുക്ക് ഏറെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കോമൻ പൂട്ടി വിതച്ചതീ പാടം, കോമൻ പൊൻവിളയിച്ചതീ പാടം. കോമനും കുടുംബവും ആഹ്ലാദത്തിൽ ആമഗ്നനായി കുടുംബത്തിന്റെ ആശകൾ ആ പൊൻവിളവിന് ചുറ്റും പാറി നടക്കാൻ തുടങ്ങി. കോമനും കൂട്ടരും വിളം കൊയ്യിക്കാൻ നിശ്ചയിച്ച ദിവസം പാട്ടബാക്കിക്ക് കോടതിയിൽ നിന്ന് ആമീനും കൂട്ടരും വയലിൽ ജപ്തിക്കെത്തിയത്. കോമനും കൂട്ടരും അവസാനം ഈ നിഗമനത്തിലെത്തുന്നു: ഒരു പിടി കൊള്ളക്കാർ കരുതി വെച്ചിട്ടുള്ളതാ അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ. ഏവരും യോജിക്കുന്നത് തന്നെയായിരുന്നു ഈ നിഗമനം. കോമന്റെ അതിരറ്റ അധ്വാനവും കുടുംബത്തിന്റെ അഭിലാഷങ്ങളുമായി ആദ്യമേ പരിചയപ്പെട്ട നമുക്ക് ആ സാധു കൃഷിവലന്റെ വികാരങ്ങളെ മാനിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഭാവശില്പം മെനഞ്ഞെടുക്കുന്നതിൽ കവി കാണിച്ചിട്ടുള്ള ഔചിത്യബോധമാണ് ഈ കവിതയെ ഏറ്റവും സുന്ദരമാക്കിയത്. കുറെ കൂടി നീണ്ട കവിതയാണ് പണിമുടക്കം. തുണി നെയ്യും മില്ലിൽ പണിമുടക്കം, പണിയില്ല പട്ടിണി നാൾവഴക്കം. ഈ പരിസ്ഥിതിയിലേക്കാണ് തൊഴിലാളികൾ ചെന്നു ചാടിയത്. മുതലാളി പുത്രലാഭത്തിനു വേണ്ടി പത്നിയോടൊപ്പം ഹോമാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. തൊഴിലാളി രാമനും അയാളുടെ 10 മക്കളും വളരെ ദിവസങ്ങളോളമായി മുഴുപട്ടിണിയിലുമാണ്. അവസാനം അവർ മൃതിയടയുമ്പോൾ അരമന, മധുരാന്നം, മലർ, നെയ്യ് മുതലായവയെല്ലാം യജ്ഞകുണ്ടത്തിലേക്ക് ആഹൂതി ചെയ്യുന്നു. ചുടലയിലേക്കപ്പോൾ കൊണ്ടുവന്നു കഠിനമേ മൂത്ത മകന്റെ ദേഹം, മുറികെട്ടി നീരൊലി കാലുവേച്ചു, നിയതം മുടന്തനായി നുണ്ടുമച്ചൻ. തെരുവിൽ വെച്ച് തൊഴിലാളികളും സർക്കാർ ആളുകളും തമ്മിലുണ്ടായ സംഘട്ടനം രാമന്റെ കാൽ മുടന്തനാക്കി. എങ്കിലും 10ാമത്തെ മകന്റെ ദേഹവും അയാൾ ഭൂമിദേവിക്ക് സമർപ്പിച്ചു. മുതലാളിയും പത്നിയും അരമനയിൽ മധുരാന്നാദികളിൽ ആഹൂതി നടത്തുമ്പോൾ രാമന്റെ ഭാര്യ മകന്റെ മാറത്തേക്ക് മണ്ണുവാരിയിടുകയാണ്. എന്തുമാത്രം വൈരുദ്ധ്യം പൂണ്ട ചിത്രങ്ങൾ! തെരുവിലൂടപ്പോൾ മുഴങ്ങിയെത്തി തൊഴിലാളിമാർതൻ സമരഗാനം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. 10 കുട്ടികളെ പിച്ച നടക്കാൻ പഠിപ്പിച്ച ആ പെറ്റ മാതാവ് തന്റെ 10,000 കിടാങ്ങൾ അടിവെച്ച് ആർത്തു പോകുന്നത് കണ്ട് അത്ഭുത സ്തബ്ധയായി നിൽക്കുന്നു. അവളുടെ ചുണ്ടിലും ഈ മന്ത്രം തന്നെ സംക്രമിച്ചു:
കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഗത്യന്തരമില്ലാതെ ഈ പരിതസ്ഥിതിയിൽ തൊഴിലാളികൾക്ക് സംഘടനയുടെ സന്ദേശമല്ലാതെ എന്തുണ്ട് ചെവിക്കൊള്ളാൻ? രാമന്റെ ഭാര്യയിൽ വർഗബോധം ആരും അടിച്ചേൽപ്പിച്ചതല്ല, അത് സ്വയം മുളച്ചു പൊന്തിയതായിരുന്നു. അതിൻ്റെ പാവനത തികച്ചും ബോധ്യപ്പെടണമെങ്കിൽ കാവ്യത്തിൻ്റെ പശ്ചാത്തല വർണ്ണനയിൽ കവി കാണിച്ച കൈമിടുക്ക് നോക്കിക്കാണുക തന്നെ വേണം. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം ഇടശ്ശേരിയിൽ കാണാനായിട്ട് ഇന്നും കഴിയുന്നുണ്ട്. ഇടശ്ശേരിയുടെ കവിതകളിൽ സ്നേഹത്തിൻ്റെ പാരമ്യത്തെ വളരെയധികം വ്യക്തമാക്കുന്ന ഒന്നാണ് അങ്ങേ വീട്ടിലേക്ക് എന്ന കവിത. ഒരു വൃദ്ധൻ വടിയുമൂന്നി താൻ ചിരകാലം സ്നേഹിച്ചു വളർത്തി ഇപ്പോൾ ജാമാതൃഗ്രഹത്തിലേക്ക് അയച്ച് തൻ്റെ മകളെ കാണുവാൻ പോവുകയാണ്. ബാല്യകാലത്തെ മധുരസ്മരണകൾ അയാളെ അടിമുടി കോരിത്തെരിപ്പിക്കുന്നു. സുഹൃത്തുക്കളുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന പരിഷ്കൃതനായ ജാമാതാവിന് ശ്വശുരന്റെ ആഗമനം തീരെ പിടിച്ചില്ല. അയാൾ സുഹൃത്തുക്കൾ അറിയാതെ കഴിപ്പാൻ ഭാര്യയോട് ആ ഗ്രാമീണനെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി വല്ലതും കൊടുപ്പാൻ ആജ്ഞാപിക്കുന്നു. പരിതസ്ഥിതികളെല്ലാം പഠിച്ച വൃദ്ധൻ പറയുന്ന മറുപടി ഇങ്ങനെയായിരുന്നു: വഴി തെറ്റുന്നു, വയസ്സാവുമ്പോൾ അങ്ങേ വീട്ടിൽ കയറേണ്ടതായിരുന്നു. സമൂഹത്തിന് നേർക്ക്, മാന്യതയുടെ കാപഢ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ സമൂഹത്തിന് നേർക്ക് ഇടശ്ശേരി തൊടുത്തുവിട്ട ഒരു അസ്ത്രം തന്നെയായിരുന്നു ഈ വാക്കുകളിൽ. നൊമ്പരപ്പെടുത്തുന്ന ഒരു അവസ്ഥയും ഇടശ്ശേരി കവിതകളിൽ ധാരാളമായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയും. കേരളത്തിലെ കടലോരങ്ങളും കടലിനടുത്തുള്ള പുഴയോരങ്ങളും കണ്ടിട്ടുള്ളവർക്ക് സുപരിചിതമായിരുന്നു ചകിരിക്കുഴികൾ. അവയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം നമ്മുടെ നാസാരന്ധ്രങ്ങളെ നൊമ്പരപ്പെടുത്തിയുമിരുന്നു. ആ ചകിരിക്കുഴികളെക്കുറിച്ചും കവി തൻ്റെ കവിതകളിൽ ധാരാളമായി പാടിയിട്ടുണ്ട്. ചകിരിക്കുഴികൾ ഉണ്ടാകുന്നതും രൂപം കൊള്ളുന്നതും ചെളിക്കുണ്ടുകളിൽ നിന്നാണ്. ഈ കയർവിളയും ചകിരിപ്പടുകുഴിയെ കാലവുമെൻ ദുസ്വപ്നം, ഈ കയർപണിയും സോദരിമാർ താനേ കാലവുമെൻ ദുസ്വപ്നം. ഈ ദുസ്വപ്നത്തെ പറ്റി മറ്റാരും പറഞ്ഞിട്ടില്ലെങ്കിലും ഇടശ്ശേരി വളരെയധികം പറഞ്ഞു എന്നത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇടശ്ശേരിയുടെ ചകിരിക്കുഴികൾ മലയാളത്തിലെ 5-8 ഭാവാത്മക ഗാനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ മികച്ചു തന്നെ നിൽക്കുന്ന കൃതിയാണ്. ഇങ്ങനെ ജീവിതത്തിലെ യാതനകളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും ചിരിക്കാറുണ്ടോ എന്ന ചോദ്യം ഇടശ്ശേരി കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇടശ്ശേരിയുടെ കവിതകളിലൂടെ പോകുമ്പോൾ കേരളത്തിലെ പ്രകൃതി സൗന്ദര്യത്തെയും കേരളീയരുടെ സ്വഭാവ വൈശിഷ്ട്യത്തെയും പറ്റി അദ്ദേഹം ധാരാളം പാടിയിട്ടുണ്ട്. കേരളീയ പ്രകൃതിയെ വർണ്ണിക്കുമ്പോൾ ശുദ്ധ കേരളീയമായ ശൈലികളും ശീലികളും അദ്ദേഹം പണിയുന്നുണ്ട്. മലയാള ഭാഷയുടെ മർമ്മം മനസ്സിലാക്കി ആശയാവിഷ്കാരം നടത്തുന്ന കവികൾ നമ്മുടെ ഇടയിൽ ഇടശ്ശേരിയെപ്പോലെ വളരെയധികം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. കാരണം അദ്ദേഹം ശക്തിയുടെ കവിയെ തന്നെയായിരുന്നു. ആശയപരമായി സുഖസമൃദ്ധമായ ഒരു മനുഷ്യത്വത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു പുരോഗമന ചിന്താഗതിക്കാരനെ കൂടി അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. പഴകിയ ചാലുകൾ മാറ്റുക എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം വെറും വിപ്ലവത്തിന് വേണ്ടിയുള്ള സന്ദേശമല്ല. അതിൻ്റെ പിന്നിൽ ദീർഘനാളത്തെ അനുഭൂതിയുടെ ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുക തന്നെ ചെയ്യും. ഇടശ്ശേരി കവിതകളെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ശക്തിയും മെയ്വഴക്കവുമെല്ലാം മറ്റൊരു രീതിയിൽ നമുക്ക് ഏറെ കാണുന്ന ഒരു കവിതയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. പഴയ തോറ്റങ്ങളെ ഏറ്റവും തെളിവോടെ അനുസ്മരിപ്പിക്കുന്ന ഒരു കൃതി കൂടിയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലേക്ക് കടക്കുമ്പോൾ പൂതപ്പാട്ടിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ രചനാ പാടവവും കാവ്യശോഭയും മികച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലമ്പ്, അതുപോലെ ഓട്ടുചിലമ്പിലിൻ കലമ്പലുകൾ, അയ്യയ്യോ വരവാ അമ്പിളി പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം എന്ന വരികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആണ്ടുതോറും പൂതം വേഷവിധാനങ്ങളോടുകൂടി ആടിയുലഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ വരാറുള്ള ഒരു കാഴ്ച, ആ കാഴ്ചയെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടശ്ശേരിക്ക് കഴിഞ്ഞു. കാലഗതിയിൽ പ്രാചീന സങ്കല്പങ്ങൾക്ക് അങ്ങിങ്ങായി ചില വ്യത്യാസങ്ങൾ സംഭവിക്കാമെങ്കിലും ആ സംഭവങ്ങളെ വളരെ മിഴിവോടുകൂടി വായനക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇടശ്ശേരിക്ക് പൂതപ്പാട്ടിലൂടെ കഴിഞ്ഞു. പുരാവർത്തങ്ങൾക്ക് പുതുരൂപം നൽകി
സഹൃദയരെ സംതൃപ്തരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും ഈ കവിതയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. പൂതപ്പാട്ടിൽ മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കരിയായ പൂതത്തെ വരതയും സുഭതയുമായി മാറ്റിയിരിക്കുകയാണ് ഇടശ്ശേരി. ആണ്ടുതോറും തുടികൊട്ടി കുഴലൂതി വീട്ടുമുറ്റങ്ങളിൽ വന്നു പാടിയിരുന്ന കുരുതി പിശാചിനെ ഇടശ്ശേരി മനുഷ്യത്വത്തിന്റെ പ്രതീകമായും വാത്സല്യത്തിന്റെ വൈജയന്തിയായും ഒക്കെ മാറ്റി എന്നത് ഇടശ്ശേരി കവിതയുടെ ഒരു സവിശേഷതയായി തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇടശ്ശേരിയുടെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് രസമേ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ ഇതേത് ഇരുൾക്കുഴിമേൽ ഉരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ എന്ന് കവി പറയുന്നിടത്ത് മണ്ണിന്റെ നാഡീബലം അതിൽ തഴയ്ക്കുന്ന മരങ്ങൾക്കും സ്വാഭാവികമായി പകർന്നു കിട്ടുകയാണ്. അതുകൊണ്ടാണ് അവയുടെ ദലമർമരങ്ങൾക്ക് വിലാപഗാനത്തിന്റെ വഴുവഴുപ്പിന് പകരം കാഹളം വിളിയുടെ മന്ത്രഗീതം കൂടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കവിയുടെ ജീവിത വീക്ഷണവും ഈ വരിയിൽ നിന്ന് വ്യക്തമാണ്. എനിക്ക് രസമീ നിമ്നോന്നതമായ വഴിയിലൂടെ തേരുരുൾ പായിക്കൽ ഇതേത് ഇരുൾക്കുഴിമേൽ പോലും ഉരുണ്ടാലും ഞാൻ ഈ രശ്മികളെ വിടില്ല. തൻ്റെ ജീവിതത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ, തൻ്റെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളെ ഒരിക്കലും താൻ പണയം വെക്കില്ല. ജീവിതത്തിന്റെ ഏതു വൈഷമ്യങ്ങളെയും ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ മനസ്സോന്നിയ ഒരു കവി തന്നെയായിരുന്നു ഇടശ്ശേരി എന്ന് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന ഇടശ്ശേരിയുടെ കവിത വളരെയധികം സവിശേഷതയാർന്ന ഒരു കവിത തന്നെയാണ്. ഈ കവിതയില് തൻ്റെ കുഞ്ഞനുജനെ പള്ളിക്കൂടത്തിലേക്ക് യാത്രയാക്കുന്ന ഒരു ചേച്ചിയിലൂടെ കവിത മുന്നോട്ട് പോകുമ്പോൾ പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം നാവിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു നാനാ ജഗൻ മനോരമ്യ ഭാഷ. കുട്ടികൾ സ്കൂളിൽ പോകും, കുറച്ച് വ്യാകരണമൊക്കെ പഠിക്കും. ഇതിനിടയിൽ പക്ഷേ അവർക്ക് നഷ്ടപ്പെടുന്നത് നാനാ ജഗൻ മനോരമ്യ ഭാഷയാണ്. എന്തു ചെയ്യാം, ഇതൊന്നും ഒഴിവാക്കാനാവാത്തതാണ്. തൻ്റെ അച്ഛൻ തനിക്ക് തന്ന ആശംസ കൈയെഴുത്ത് നന്നാക്കണമെന്നായിരുന്നു. മകന്റെ വാഴ്വിന് അത് അത്യാവശ്യമായിരുന്നു എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്നതല്ല സ്ഥിതി. സ്വന്തം മകൻ ആശംസയ്ക്കായി മുമ്പിൽ നിൽക്കുമ്പോൾ കവി എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുന്നു. കാരണം ഈ ശാസ്ത്രയുഗത്തിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ വാഴ്വിനായി എന്തായുധം ഏന്തണമെന്ന് പറയാൻ തൻ്റെ ക്രാന്തദർശിത്വക്കുറവ് മൂലം കഴിയുന്നില്ല എന്ന് കവി എഴുതുന്നുവെങ്കിലും അത് മനസ്സിലാക്കുന്നുവെന്നത് തന്നെ അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വത്തിന്റെ തെളിവാണ്. ഇടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിത അവസാനിക്കുമ്പോഴും നീ ആരാകണം എന്നത് നിന്റെ ഉള്ളിൽ തന്നെ വിരിയട്ടെ എന്നുള്ള ആ അച്ഛന്റെ ആശംസയിലൂടെ എന്താണ് ജീവിതത്തിൽ നാം പഠിക്കേണ്ടത്, ജീവിത അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ശക്തി തന്നെയാണ് എന്ന് കവി ഈ കവിതയിലൂടെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇടശ്ശേരിയെ മനുഷ്യത്വത്തിന്റെ കവിയായി നമുക്ക് വിശേഷിപ്പിക്കാം. സാധാരണക്കാരുടെ ജീവിതവേദനകളെയും സത്യങ്ങളെയും കരളിൽ കൊള്ളും മട്ടിൽ ചിത്രീകരിക്കുവാൻ കരുത്താർജിച്ച ഒരു തൂലിക തന്നെയായിരുന്നു ഇടശ്ശേരിക്കുണ്ടായിരുന്നത്. ശരിക്കും കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരമെന്നാണ് കവി ചോദിച്ചത്. തൊഴിലാളികളുടെ ജീവിതത്തെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള ഒരു കവിതയെന്നാണ് അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് നിരൂപകർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കവിതയെ സാധാരണക്കാരുടെ ജീവിതവുമായി അടുപ്പിക്കാൻ ഇടശ്ശേരിക്ക് കഴിഞ്ഞു. നാടൻ ജനതയുടെ പരുക്കൻ മട്ടിലുള്ള കവിതാ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ പരുക്കൻ പുറംപോടിനുള്ളിൽ സംസ്കാരത്തിന്റെ വികസ്വരമായ സ്നേഹമസൃണമായ ഹൃദയമാധുര്യവും ഊറി നിൽക്കുന്നുണ്ട്. മനുഷ്യസ്നേഹത്തിന്റെ വറ്റാത്ത ഉറവ അവിടെ വിതുമ്പി നിൽക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ അളകാവലിയും പുത്തൻകലവും അരിവാളും കാവിലപ്പാട്ടും കറുത്ത ചെട്ടിച്ചികളും തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോഴും അന്ത്യത്തിരി കുങ്കുമപ്രഭാതം ഒരുപിടി നെല്ലിക്ക എല്ലാ കൃതികളിലൂടെ പോകുമ്പോഴും ആ ജീവിത വീക്ഷണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തെരഞ്ഞെടുത്ത കവിതകളുടെ ഒരു സമാഹാരവും മനോഹരമായ ഒരു സമാഹാരവും ഇടശ്ശേരി നമുക്ക് നൽകിയിട്ടുണ്ട്. എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുതിത് മറ്റൊന്നിന്റെ പകർപ്പെന്നു മാത്രം എന്നാണ് സ്വന്തം കവിതയെക്കുറിച്ച് കവി വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ കവിതയെ എല്ലുറപ്പിന്റെ കവി എന്നുകൂടി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ എല്ലുറപ്പോടെ രൂപം കൊണ്ട ഇടശ്ശേരി കവിത
നൂതന ചിന്തയുടെയും മാനവ മഹത്വ പ്രകീർത്തനത്തിൻ്റെയും പ്രഘോഷണങ്ങൾ തന്നെയായിരുന്നു. നൂനം മഹോന്നതം തന്നെ മലനാട് മാനിച്ചുയർത്തിപ്പിടിക്കുന്ന മേന്മകൾ ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ, ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും മൂഴിയില്ലെന്ന് ധീരമായി പറയാൻ ഇടശ്ശേരിക്ക് മാത്രമേ കഴിയൂ എന്നതും നാം ശ്രദ്ധിക്കേണ്ടത് ആണ്. പ്രത്യേകം പരാമർശിക്കേണ്ട വസ്തുതയുമാണത്. ഇടശ്ശേരിയുടെ കവിതകളിൽ വളരെ വ്യത്യസ്തമായതും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നതുമായ കവിത തന്നെയാണ് അതേ പ്രാർത്ഥന. സഫലമായ മാവിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെയും അർത്ഥനയുടെയും ആവിഷ്കാരം എന്നതിലുപരി സർഗാത്മക ജീവിതത്തിൻ്റെ പ്രതീകമെന്ന നിലയ്ക്കും പരിശോധിക്കപ്പെടേണ്ട ഒരു കവിത തന്നെയാണ് അതേ പ്രാർത്ഥന. മാവ് എന്ന പാരിസ്ഥിതിക ബിംബം പ്രകൃതി ദർശനത്തിൻ്റെയും തത്വബോധത്തിൻ്റെയും മാനവീയവും കേരളീയവുമായ മൂല്യസങ്കല്പത്തിൻ്റെ പ്രതീകം കൂടിയായി മാറുന്നു ഈ കവിതയിൽ. അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ: എൻ്റെ കൃതികൾ അധികവും കഥാത്മകമാകൊണ്ട് കഥകൾക്കാവശ്യമായ രംഗങ്ങളുടെയും പാത്രങ്ങളുടെയും കാര്യത്തിലേ ഞാൻ ആദ്യം ശ്രദ്ധ പതിപ്പിക്കാറുള്ളൂ. ഒരൊഴുക്കിൽ എഴുതിപ്പോയത് തികച്ചും ബോധപൂർവം പരിശോധിക്കുകയും പലതിൻ്റെയും ആകൃതി മാറ്റുക, ചിലതിൻ്റെ സ്ഥാനം മാറ്റുക, മറ്റു ചിലതിന് മോക്ഷം കൊടുക്കുക, ഇങ്ങനെ ബുദ്ധിപരമായ പലതിനും വിധേയമാക്കിയതിന് ശേഷം മാത്രമേ ബഹുജന സമക്ഷം ഞാനത് പ്രദർശിപ്പിക്കാറുള്ളൂ. എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ആർക്കും പ്രചോദനകരമായ വാക്കുകളാണ് ഇടശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത്. കഥാത്മകമായ ഇതിവൃത്തങ്ങളോട് ഇടശ്ശേരിക്കുള്ള കൂറ് ഈ വാക്യങ്ങളിൽ വ്യക്തമാണ്. മലയാളിയുടെ കഥാപാരമ്പര്യത്തോടുള്ള ഹൃദയബന്ധത്തെ കൂടിയാണിത് സൂചിപ്പിക്കുന്നത്. അതേ പ്രാർത്ഥന എന്ന ഇടശ്ശേരി കവിത ചെറുതാണെങ്കിലും കഥാത്മക സ്വഭാവമുള്ളതാണ്. ഒരു ബാലകഥയുടെ സ്വരൂപമാണ് അതിനുള്ളത്. ദേവന്മാരോടുള്ള പ്രാർത്ഥന, അതിൻ്റെ അപ്രതീക്ഷിതമായ പരിണതി എന്നീ മട്ടിലുള്ള കഥകൾ നമ്മുടെ കഥാപാരമ്പര്യത്തിൽ ധാരാളമുണ്ട്. ഇടശ്ശേരിയും അത്തരത്തിലുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ഈ കവിതയിൽ സ്വീകരിച്ചത്. കവിതയിലേക്ക് കടക്കുമ്പോൾ, ഒരു തേന്മാവ് വസന്തദേവനോട് പ്രാർത്ഥന നടത്തുന്നിടത്താണ് കവിതയുടെ ആരംഭം. പ്രാർത്ഥന എന്തെന്ന് കവി നേരിട്ട് പറയുന്നില്ല. തേന്മാവ് അടിമുടി പൂങ്കുലകളണിഞ്ഞ് നിന്നു എന്ന ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പ്രസ്താവനയിലൂടെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് വ്യക്തം. ദേവത അനുഗ്രഹമല്ലേ, ഉണ്ണിമാങ്ങകളിൽ ഒന്നുപോലും പാഴായില്ല. തേന്മാവ് നിറയെ കായ്ച്ചു, മാവിലാകെ മാമ്പഴം നിറഞ്ഞു. സമൃദ്ധി വർദ്ധിക്കുന്തോറും സജ്ജനങ്ങൾ കൂടുതൽ വിനീതരാകുമെന്ന പാഠം വിദ്വാൻമാർ ആ മാവിൽ നിന്ന് പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ, സമൃദ്ധി മുറ്റിടുന്തോറും കുനിയുകെന്ന അറിവുറ്റത അനധ്യായം പഠിപ്പിച്ചത് അതിനെ ചൂണ്ടി എന്നാണ് കവി പറയുന്നത്. സമൃദ്ധി വർദ്ധിക്കുമ്പോൾ കൂടുതൽ വിനയത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള വലിയൊരു ആശയം ഈ കവിതയിലൂടെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഈ കവിതയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, 1000 അണ്ണാറക്കണ്ണന്മാർ ഈ തേന്മാവിൽ പാഞ്ഞു കയറുന്നതും 1000 കാക്കകൾ പറന്നെത്തുന്നതും കൊച്ചടികൾ വെച്ച് കൊച്ചുകുട്ടികൾ മാഞ്ചോട്ടിലെത്തി അതോടെ ഒരു മായിക നഗരത്തിന്റെ ഭംഗി ആ തോപ്പിന് കൈവരുന്നു. ഇങ്ങനെ ചുറ്റുപാടുകളെ ഉത്സാഹഭരിതമാക്കുമാറ് തേന്മാവ് ഫലസമൃദ്ധമായി നിൽക്കുമ്പോഴാണ് പാതവക്കത്തെ കൽച്ചീളുകൾക്ക് ചിറകുമുളച്ചത്. ഏതൊന്നിനും ചിറകുമുളയ്ക്കുന്ന ഒരു കാലമാണല്ലോ വസന്തം. കല്ലുകൾ ചീറിപ്പാഞ്ഞു, തേന്മാവ് ശൂന്യമായി. ആ മാമ്പഴക്കാലം കഴിഞ്ഞപ്പോൾ തേന്മാവ് സ്വർലോക നടയിലെത്തുന്നു. മാവ് വസന്തത്തോട് തനിക്കിനിയും സഫല ജന്മം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫലപ്രദമെന്നും ഇവിടെ പഴങ്ങൾ നിറഞ്ഞു നിന്നുമുള്ള ഒരർത്ഥം ഇവിടെ നമുക്ക് ഈ കവിതയിലെ ഈ വരിയിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കേട്ട വസന്തദേവൻ വേറെന്തുള്ളൂ വരമെങ്കിലെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇനിയും വേദനകൾക്ക് വേണ്ടിയാണോ നിന്റെ പ്രാർത്ഥന എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. വേദനകളെക്കുറിച്ച് പറയുന്നിടത്ത് ഇടശ്ശേരിയുടെ തൂലികയ്ക്ക് കൂടുതൽ ശക്തി ഏറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അദ്ദേഹം പറയുന്നത് വേദന നിറഞ്ഞ ഒരു ജീവിതം, സഫല ജീവിതം സാധ്യമല്ല എന്ന ഒരാശയമല്ല, മറിച്ച് ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതം ഇവിടെ സാർത്ഥകമാകുന്നു എന്ന് തേന്മാവിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കവിതയിലൂടെ പോകുമ്പോൾ കലുഷിതമായ ഈ ലോകത്തെക്കുറിച്ച് കവി എത്ര മനോഹരമായാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്.
വെയിൽ വീണ ഇലകൾ ഇളകുമാറാ മാവ് പറയുന്നത്, സമൃദ്ധിതൻ കണ്ണീരെത്ര പുളിച്ചാലും വരം അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ് അസഹനീയമെന്നാണ്. ദാരിദ്ര്യത്തിന്റെ അഥവാ നിഷ്ഫലതയുടെ മരവിപ്പാണ് അസഹനീയമെന്ന്, സമൃദ്ധിയുടെ അഥവാ സഫലതയുടെ കണ്ണീർ പുളിപ്പാണ് ശ്രേഷ്ഠമെന്നുമുള്ള മാവിന്റെ മറുപടി മഹത്തായ ഒരു ജീവിത വീക്ഷണം ആയി മാറുന്നുണ്ട്. പരിമിതമായ ഒരു ഒറ്റ അർത്ഥത്തിലേക്ക് ചുരുങ്ങുന്നവയെല്ലാം പലപ്പോഴും നല്ല കവിതകൾ. വ്യാഖ്യാന സാധ്യതയുള്ള അനേകം അടരുകളുള്ള സർഗ സൃഷ്ടികളായിരിക്കും അവ. ഓരോ വായനയിലും വ്യത്യസ്തമായ ആശയങ്ങളിലേക്കും അനുഭൂതികളിലേക്കും വായനക്കാരെ നയിക്കുന്നതാവണം. ഈ നിലയ്ക്ക് അതേ പ്രാർത്ഥനയിലെ തേന്മാവിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഗ്രാമീണ കേരളത്തിന്റെ വൃക്ഷനിബിഡതയിൽ നിന്ന് എന്തുകൊണ്ടാവും ഇടശ്ശേരി മാവിനെ തന്നെ തെരഞ്ഞെടുത്തത്? ഇത് കേവലം യാദൃച്ഛികമല്ല. തൻ്റെ സർഗാത്മക ജീവിതത്തിന്റെയും പ്രകൃതി ദർശനത്തിന്റെയും തത്വബോധത്തിന്റെയും തലങ്ങൾ ധ്വനിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പ്രതീകമെന്ന നിലയിലാണ് കവി മാവിനെ കാണുന്നത്. ഇടശ്ശേരിക്ക് മാവ് മാനവീയവും കേരളീയവുമായ മൂല്യസങ്കല്പങ്ങളുടെ പ്രതീകമാണ്. അതേ പ്രാർത്ഥന എന്ന കവിതയിലെ മാവ് വെറും ഒരു മാവല്ല, അതിനപ്പുറത്തുള്ള വിവക്ഷകൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു കവിയുടെ സർഗാത്മക ജീവിതത്തിന്റെ യാതനകളെയും ധന്യതയെയും പ്രതിഫലിപ്പിക്കാൻ പര്യാപ്തമായ ഒരു കവിത കൂടിയാണ് അതേ പ്രാർത്ഥന. പൂക്കുകയും കായ്ക്കുകയും ഫലം നൽകുകയും ചെയ്യുക എന്ന കാവ്യവൃത്തിയിൽ ആഹ്ലാദിക്കുകയും അണ്ണാറക്കണ്ണന്മാരും കാക്കകളും കൊച്ചുകുട്ടികളുമാകുന്ന ആസ്വാദകർ വന്നു ചേരുന്നതിൽ ആനന്ദ നിർവൃതി അനുഭവിക്കുകയും കല്ലേറുകളാകുന്ന വിമർശനങ്ങളെ തൻ്റെ ജീവിത ധന്യതയുടെ ഭാഗമായി കാണുകയും ചെയ്യുന്ന തേന്മാവ് ഒരു കവിയുടെ സർഗാത്മക ജീവിതത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മാവ് ഏതുതരം സർഗാത്മക ജീവിതത്തിന്റെയും പ്രതീകമായി മാറുന്നു. യാതനകളും വേദനകളും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും സർഗാത്മക ജീവിതത്തെ വീണ്ടും വീണ്ടും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ ചേതനയെ കൂടി ഇടശ്ശേരി ഈ വരിയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. കവി തേന്മാവാണ്, കവിതകൾ മാമ്പഴങ്ങളും, മാവിൻതോപ്പ് മായിക നഗരവും എന്ന കൽപ്പന കവിത പകരുന്ന ഒരു അലൗകിക ആനന്ദം തന്നെയാണ്. നിറഞ്ഞ മാവിന് നേരെ ചീറിപ്പായുന്ന കരിങ്കൽ ചീളുകളോ മാർദ്ദവും വിവേചനവുമില്ലാത്ത കവിതാ വിമർശനങ്ങളാവാം ആ കല്ലേറുകൾ. പക്ഷേ ഈ വിമർശനങ്ങളെ ഭയന്ന് പിന്മാറാനോ ഒളിച്ചോടാനോ ഉൾവലിയാനോ കവി തയ്യാറല്ല. കാഴ്ച മാവിലെ കല്ലേറുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും അതിനെയും ഉൾക്കൊണ്ട് തന്നെ മുന്നേറാനുമുള്ള ഉത്സാഹമാണ് ഇവിടെ കാണാനാവുക. കല്ലേററ്റ് കരഞ്ഞു നിൽക്കുന്ന തേന്മാവിലല്ല കവിത അവസാനിക്കുന്നത്. വസന്തദേവനോട് ഇനിയും എനിക്ക് സഫല ജന്മം തരേണമേ എന്നതാണ് തേന്മാവിന്റെ പ്രാർത്ഥന. സർഗാത്മകത വെല്ലുവിളികളെയും പീഡനങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തുകൂടിയാണെന്ന് ഈ കവിത ധ്വനിപ്പിക്കുന്നുണ്ട്. കവി മനസ്സിന്റെ അതിജീവന പ്രാർത്ഥനയായി അതേ പ്രാർത്ഥന എന്ന കവിത മാറുകയും ചെയ്യുന്നു. ഇടശ്ശേരിയുടെ കവിതകളിൽ മാവ് കേവലം ഒരു സാന്നിധ്യമല്ല, അത് കേരളീയവും മാനവീയവുമായ ഒരു പ്രതീകമെന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇടശ്ശേരി തൊടിയിൽ നിറയെ മാവുകളുണ്ട്. മാവിൻ ചോട്ടിലെ നാടകം, പൂത്ത മാവിനെപ്പറ്റി, പുളിമാവ് വെട്ടി എന്നീ കവിതകളിൽ മാവ് ശീർഷകമായി തന്നെ കടന്നു വരുന്നുണ്ട്. പ്രകൃതി ചൂഷണത്തിനെതിരെയുള്ള ഭാവതീവ്രതമായ ഒരു താക്കീതാണ് പുളിമാവ് വെട്ടി എന്ന കവിത. കുരുത്ത നാള് തൊട്ടിന്നോളം തലകുനിച്ചിടാത്ത വൃദ്ധനോട്, പുളിമാവിനോട് അങ്ങയെ വെട്ടിയിട്ട് മർത്യൻ നേടിയത് 5 കാശിൻ കൈവല്യമെന്ന് പരിതപിക്കുന്നുണ്ട് ഈ കവിതയിൽ. പ്രസ്തുത അർത്ഥത്തിൽ യഥാതഥമായ മാത്രമല്ല, പ്രതീകാർത്ഥത്തിലും മാവുകൾ ഇടശ്ശേരി കവിതയിൽ ധാരാളമായി തല ഉയർത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ചുരുക്കത്തിൽ ഇടശ്ശേരിയുടെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ശക്തിയുടെ, വികാരത്തിന്റെ, ഓജസ്സിന്റെ കരുത്തുറ്റ ഒരു ഭാവത്തെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ കവി നമ്മെ പഠിപ്പിച്ച ഏറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വേദനകളെ കുഴിവെട്ടി മൂടാൻ പറഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ശക്തിയിലേക്ക് കുതികൊള്ളാൻ പറഞ്ഞെടുത്ത്, നിമ്നോന്നതമായ ഇരുൾക്കുഴികളിലൂടെ തേരിൽ പായിക്കാൻ പറഞ്ഞെടുത്ത്, ഈ രശ്മികളെ വിടാതെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞെടുത്തെല്ലാം ഇടശ്ശേരി നമുക്ക് തന്ന വലിയ സന്ദേശങ്ങളുണ്ട്. എവിടെ പോയാലും ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നുള്ള വലിയൊരു മാനവിക സന്ദേശത്തെ പകർന്നു തന്ന ഒരു കവിവര്യൻ തന്നെയായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും മലയാളിയുടെ മനസ്സിൽ ശക്തിയുടെ കവി തന്നെ ആയിരിക്കും. നന്ദി, നമസ്കാരം.
ഇടശ്ശേരിയുടെ പ്രശസ്തമായ കവിത അതേ പ്രാർത്ഥന. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. വസന്തത്തോടർത്ഥിച്ചതു വെറുതെയായില്ല, തേന്മാവടിമുടി പൂങ്കുലകളണിഞ്ഞു നിന്നു. വസന്തത്തോടർത്ഥിച്ചതു വെറുതെയായില്ല, തേന്മാവടിമുടി പൂങ്കുലകളണിഞ്ഞു നിന്നു. ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു, പിന്നീടൊരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു. ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു, പിന്നീടൊരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു. സമൃദ്ധി മുറ്റിടും തോറും കുനിയുകെന്നറിവുറ്റാരനധ്യായം പഠിപ്പിച്ചതതിനെ ചൂണ്ടി. സമൃദ്ധി മുറ്റിടും തോറും കുനിയുകെന്നറിവുറ്റാരനധ്യായം പഠിപ്പിച്ചതതിനെ ചൂണ്ടി. വേനൽ ചുഴന്നൂതിയൂതിയതിൻ നിക്ഷേപമോരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. ആയിരമണ്ണാർ കണ്ണന്മാർ പാഞ്ഞുകേറി കൊമ്പുകളിലായിരം കാക്കകളതിൽ പറന്നു വീണു. വേനൽ ചുഴന്നൂതിയൂതിയതിൻ നിക്ഷേപമോരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. ആയിരമണ്ണാർ കണ്ണന്മാർ പാഞ്ഞുകേറി കൊമ്പുകളിലായിരം കാക്കകളതിൽ പറന്നു വീണു. ആയിരം കൊച്ചടികളത്തണൽ വിരിയിൽ പതിഞ്ഞു. ആയിരം കൊച്ചടികളത്തണൽ വിരിയിൽ പതിഞ്ഞു. മായിക നഗരം പോലത്തോപ്പു ചമഞ്ഞു. അയൽപാതവക്കത്തന്നു വഴിപ്പണിക്കുടച്ചിട്ടോരുരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു. അയൽപാതവക്കത്തന്നു വഴിപ്പണിക്കുടച്ചിട്ടോരുരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ആ മാമരം കലുഷമാം സ്വർലോകത്തിൻ നടയിങ്കൽ കരഞ്ഞു നിന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ആ മാമരം കലുഷമാം സ്വർലോകത്തിൻ നടയിങ്കൽ കരഞ്ഞു നിന്നു. പിന്നത്തെ വസന്തത്തോടുമർത്ഥിക്കയായി ഭഗവാനെ തന്നരുൾകനിക്കു വീണ്ടും സഫല ജന്മം. പിന്നത്തെ വസന്തത്തോടുമർത്ഥിക്കയായി ഭഗവാനെ
തന്നരുൾകനിക്കു വീണ്ടും സഫല ജന്മം. വേറെന്തുള്ളു വരമെങ്കൽ ദേവനാക്രോശിച്ചു. സാധോ വേദനയ്ക്കു വേണ്ടിത്താനോ ചോദിപ്പൂ വീണ്ടും. പരിസ്ഫുരൽ പ്രഭാതാംശു പതിയും പല്ലവം മെല്ലെ ചലിക്കുമാറമ്മാകന്തം മൊഴിഞ്ഞിദേവം. സമൃദ്ധി തൻ കണ്ണീരെത്ര പുളിച്ചാലും വരം അയ്യോ ദരിദ്രന്റെ മരവിപ്പാണസഹനീയം. സമൃദ്ധി തൻ കണ്ണീരെത്ര പുളിച്ചാലും വരം അയ്യോ ദരിദ്രന്റെ മരവിപ്പാണസഹനീയം.